ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്താണെന്ന് നോക്കാം. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. രണ്ട് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ദ ഹെർമിറ്റ്, 6 ഓഫ് സോർഡ്സ്, ജസ്റ്റിസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 7 of Pentacles. A fiery climax approaches. Communication is key. ബ്രോക്കൺ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. കീ, സ്കൾ, ഡ്രാഗൺ ഫ്ലൈ വന്നിട്ടുണ്ട്. പിന്നെ ബാറ്റ്. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഹെർമിറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പുറത്ത് ചോദിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉത്തരങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ അകത്തെ പ്രകാശത്തെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു ആത്മജ്ഞാനത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു സമയമാണ് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ തീരുമാനമെടുക്കേണ്ട ദിവസമല്ല. നിങ്ങളുടെ ഉള്ളിലെ സത്യം പറയുന്നത് അനുസരിച്ച് മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ചില ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ നിശബ്ദമായിട്ട് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിശബ്ദമായിട്ടിരിക്കുക. നിങ്ങൾ മൊബൈലൊക്കെ ഓഫ് ചെയ്യുക. മറ്റുള്ള എല്ലാ ബഹളങ്ങളിൽ നിന്നും നിങ്ങൾ മാറി കുറച്ച് സമയം, ഒരു അരമണിക്കൂർ, അത് അത്രയും വേണ്ടി വരും കേട്ടോ. അത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു സമയം ആണിത്. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ച് എപ്പോഴും നമുക്കൊരു ഉത്കണ്ഠയും ഒരു സന്തോഷമൊക്കെ തോന്നും. മറ്റുള്ളവർ നമ്മളെപ്പറ്റി നല്ല ബുദ്ധിയുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ചെയ്തത് നല്ല ഒരു കാര്യമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കും. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറഞ്ഞാൽ അതിലൊരുപാട് നമ്മൾ വിഷമിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതായത് ഒരാളിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം അവര് നമ്മളെ പുകഴ്ത്തും. അപ്പോൾ ഈ ഫ്ലാറ്ററിങ് കേൾക്കുമ്പോൾ നമ്മൾ പിന്നെ കാരണം ഭൂമിയിൽ നിന്ന് കുറച്ചൊന്ന് പൊങ്ങുമല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുത്തോണ്ട് പോകും.
അങ്ങനെയുള്ള ആ അത് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിലോ, നമുക്ക് ഒരുപാട് ബുദ്ധി ഉണ്ടെങ്കിൽ എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നതോ, നമ്മളെ കൊണ്ടാണ് ആ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടാണ് നന്നായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുകഴ്ത്തുന്നത് നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. നമുക്കിപ്പോൾ അവരെ വെറുപ്പിക്കണ്ട, പക്ഷെ നമ്മൾ അതിൽ ജീവിക്കരുത്. കാരണം അങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നമ്മൾ ജീവിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ നോക്കിയാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും കേട്ടോ. നമ്മൾ എന്താണെന്ന് നമ്മൾ മറന്നുപോകും, നമ്മളുടെ കുറവുകൾ മറന്നുപോകും, നമ്മളെ കുറ്റങ്ങൾ മറന്നുപോകും. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ദിവസം കുറച്ച് സമയമെങ്കിലും നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കാനിരിക്കുക. നമ്മൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ അത് ഇപ്പോഴും നമ്മൾ തുടരുന്നുണ്ടോ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നല്ലത് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രവൃത്തികളുടെ നമ്മളുടെ എനർജി അനാവശ്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല നമ്മൾ എപ്പോഴും എവിടെയാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് കൂടി അന്വേഷിക്കണം. അത് നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അത് അയ്യോ എനിക്ക് എൻ്റെ തെറ്റാണെന്ന് വിചാരിച്ച് അത് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനല്ല, മറിച്ച് ആ തെറ്റുകളിൽ നിന്നും നമുക്ക് കരകയറണം. നമ്മൾ ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, ഇത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു, ഈ ഒരു മിസ്റ്റേക്കിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അപ്പം ഇനി അത് ഞാൻ ആവർത്തിക്കുന്നത് ശരിയല്ല. പിന്നെ എൻ്റെ കഴിവുകൾ എന്താണ്, മാത്രമല്ല എൻ്റെ വീക്ക് പോയിന്റ് എന്താണ്, എൻ്റെ ട്രോമാസ് എന്താണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത്, എന്തൊക്കെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, എത്ര സമയം ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ എത്ര സമയം ചെലവഴിക്കണം, ഞാനിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണത്, നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ കുറേ ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കൊരിക്കലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറന്നുപോകും. നമ്മൾ ഒരേ സമയം ചായ കുടിക്കും, മൊബൈൽ കാണും, സംസാരിക്കും. അപ്പം ഈ 3 കാര്യവും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ 3ലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യണം. അപ്പം അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ, നമ്മൾ എത്ര സമയമാണ് ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഒരു ദിവസം മനസ്സിലാക്കണം കേട്ടോ. പ്രത്യേകിച്ചും അത് നമ്മളുടെ ഇതിലെ ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളെപ്പോഴും ഈ മെറ്റീരിയൽ ലൈഫിലാണ് കൂടുതൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്നത്. പക്ഷെ അതിലുപരി നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അത് ചെയ്യേണ്ടതല്ലേ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ ദിവസം കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്താണ് കൊണ്ടുപോകുന്നത്, ആ ഒരു ഫ്യൂച്ചർ മാറ്റാൻ വേണ്ടിയിട്ട് ഈ നിമിഷമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ നിമിഷമാണ്, ഫ്യൂച്ചറിൽ ഇരിക്കേണ്ടതല്ല. പക്ഷെ ഈ നിമിഷം നമ്മൾ പ്രവർത്തിക്കണം നമ്മളുടെ ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ സ്വയം നമ്മളുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ ഒന്ന് പഠിക്കുക, നമ്മൾ എന്താണെന്ന് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ കണ്ടെത്തണം എന്നാണ് കാണുന്നത് കേട്ടോ ഇതിനകത്ത്. പിന്നെ അതിൽ 6 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് വന്നത്. അപ്പോൾ ഇത് ഒരു ട്രാൻസിഷന്റെ ഒരു ഫേസിലാണെന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ആ ഒരു പഴയ ഭാരങ്ങൾ, അല്ലെങ്കിൽ പഴയ വിഷമങ്ങൾ, അല്ലെങ്കിൽ പഴയ അവസ്ഥയിൽ നിന്നും നിങ്ങളൊരു സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരു സമാധാനമുള്ള ഒരു തീരത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങളൊരു സ്ഥലം മാറിപ്പോകുന്നതോ, അല്ലെങ്കിൽ ഒരു പഴയ വിഷമം അവസാനിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ഭാരം കുറയുന്നതോ അങ്ങനെയൊക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്. ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ഇത് തന്നെ സെയിം കാര്യം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നവരായിരിക്കും. ഒരേ കാര്യം തന്നെ വർഷങ്ങളായിട്ട് ചിന്തിച്ച് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇന്നലെയും ഇന്നും മെനിയാന്നും അതിന്റെ തലേന്നും നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും ആലോചിച്ച് വിഷമിക്കുന്നത്. അങ്ങനെയുള്ള കാര്യം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഈ ഒരു കാര്യം, ഈ ഒരു ഭാരം ഞാൻ ഇനി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ, അത് നിങ്ങൾ ഇന്ന് ചിന്തിച്ച് ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോകാനുള്ള സമയമായി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇതിനെ എനിക്ക് മുന്നിലോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ്.
അപ്പം പഴയ വേദനയിലേക്ക് നമ്മൾ വീണ്ടും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാം എന്നാണ് കാണുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇത് കർമ്മവും ഫലവും തമ്മിലുള്ള ഒരു ബാലൻസിൻ്റെ ഒരു കാർഡാണിത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ തീരുമാനവും ഭാവിയിൽ നിങ്ങൾക്ക് ഒരു നല്ല ഫലം നൽകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ സത്യസന്ധതയും നീതിയും ന്യായവും ഒക്കെ പാലിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ കുറച്ച് താമസിച്ചാലും നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്ക് പല മിസ്റ്റേക്സും നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ കള്ളം പറയേണ്ടി വരും, ചിലപ്പോൾ ചീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇൻജസ്റ്റിസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതെല്ലാവരും അങ്ങനെയാണ് ഏകദേശം. പക്ഷേ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ ഇത് വേണ്ട, ഇനി അത് ചെയ്യരുത് എന്നൊക്കെ നമുക്കൊരു ബോധമുണ്ട്, ഇത് ചെയ്തുകൂടാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ അതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അത് നമ്മൾ എത്രമാത്രം ചെയ്യണം, അതെങ്ങനെ അതൊന്ന് മാറ്റണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ എപ്പോഴും കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ചെയ്യണത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ലൊരു ഫലം തരും എന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുക. 10 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. വീടോ വാഹനമോ ഫ്ലാറ്റോ വസ്തുവോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ ഫാമിലി അനുഭവിക്കേണ്ട എന്തോ ഒരു കാര്യം അത് നിങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ വല്ല ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരെ പഠിത്തത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ജോലി ഭാരം കുറയ്ക്കുമായിരിക്കും ഫ്യൂച്ചറിൽ. ഇപ്പോഴേ നിങ്ങളിത് ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. അടുത്ത 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം അത് ചിലപ്പോൾ കുറച്ച് ക്ഷമ കൂടി വേണ്ടതായിരിക്കാം. എന്തോ ഒരു ഇതിന് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ കൂടി വേണം എന്നാണ് കാണുന്നത്. അപ്പം അത് നിങ്ങൾ വിതച്ച ഒരു വിത്ത് ഉടനെ തന്നെ ഫലം തരണം എന്നില്ല നിങ്ങൾക്ക്, പക്ഷേ ആ വിത്തിന് ഫലമുണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങൾ കൺസിസ്റ്റൻ്റായി മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. പിന്നെ ഫിയറി ക്ലൈമാക്സ് അപ്രോച്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് സൂക്ഷിച്ചിരുന്ന എന്തോ ഒരു കാര്യം, ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച എന്തെങ്കിലും വികാരങ്ങളായിരിക്കാം. ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നീണ്ടു നിന്ന ഒരു വലിയ പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂവോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ കേസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളോ അതൊക്കെ ഈ ഒരു സമയം ഒരു തീർപ്പിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ കോടതി വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറേ സമ്മർദ്ദം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം നിങ്ങളെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം അതോട് ഒത്തുതീർപ്പിലേക്ക് വരുന്നു എന്നാണ്. പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു കാര്യമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു വേദന ആയിരിക്കാം, ഒരു ചീറ്റിംഗ് ആയിരിക്കാം. ഇതൊക്കെ അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പോകാതിരിക്കുക. ഇന്ന് കുറച്ച് കാമായിട്ട് ഒരു കാം എനർജിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. കമ്മ്യൂണിക്കേഷൻ ഈസ് കീ ആണ് അടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും ഊഹാഭോഗങ്ങൾ മാത്രമായിരിക്കും. ഇതിങ്ങനെ ആയിരിക്കും സംഭവിച്ചത്, ആ ആൾ ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചത്, ഇത് അങ്ങനെ ഒരു ഊഹാഭോഗം ഉണ്ടല്ലോ. അങ്ങനെ അതല്ല ഇന്ന് ചെയ്യേണ്ടത്. വ്യക്തമായ സംഭാഷണമാണ് ഇന്നത്തെ പരിഹാരം. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്കിന്ന് ഒത്തീർപ്പാക്കാൻ പറ്റും. ചിലപ്പം കുറേ തെറ്റിദ്ധാരണയുടെ പേരിൽ തുറന്ന സംസാരങ്ങളില്ലാതെ പിരിഞ്ഞു പോയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം.
അപ്പോൾ അതൊക്കെ ഇന്ന് ശരിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. ഇതിലെ ബ്രോക്കൺ ബ്രിഡ്ജാണ് വന്നിട്ടുള്ളത്. ഇത് അൺസക്സസ്ഫുൾ ഔട്ട്കം ടു എ പ്ലാൻ ആണ്. അപ്പോൾ ഇത് എന്തോ ഒരു കാര്യത്തിന് ഒരു ഫുള്ളി സക്സസ്ഫുൾ അല്ലാത്ത ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പഴയ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു പഴയ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പഴയ കാര്യമോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഫോളോ ചെയ്തിരുന്ന പഴയ ഒരു രീതി, അത് ഇനി മുന്നോട്ട് അത് കൊണ്ടുപോകാൻ പറ്റൂല എന്നാണ് കാണുന്നത് കേട്ടോ. എന്തോ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ അനുവർത്തിച്ചിരുന്ന ഒരു കാര്യം ഇനി അത് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു മുന്നറിയിപ്പാണത്. ചിലപ്പോൾ നിങ്ങളിതിൽ വിഷമിക്കുകയോ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് തന്നെ തുറന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട. ചില വാതിലുകൾ അടഞ്ഞു പോകുന്നത് പുതിയ വഴിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകാനുള്ള ഒരു മെസ്സേജ് ദൈവം തരുന്നതാണ്. ഇത് ഇനി ഈ വഴിയിലൂടെ അല്ല പോകേണ്ടത്, പുതിയൊരു വഴിയുണ്ട്, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു വഴി നിങ്ങൾക്കുണ്ട് എന്ന് ദൈവം നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ കീയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലംസ് ആണ്. അപ്പം നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു അവസരം, അതൊക്കെ തുറക്കാനൊരു താക്കോല് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു, എന്താണ് അതിൻ്റെ പരിഹാരം എന്താണ്. അപ്പോൾ ആ പരിഹാരത്തിനുള്ള, ആ പ്രശ്നത്തിനുള്ള പരിഹാരം കാണാനുള്ള ഒരു വഴി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തുറക്കും എന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ഇപ്പം അലട്ടുന്ന എന്തോ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരത്തിനുള്ള ഒരു വഴി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാണും എന്നാണ് കാണുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇപ്പം തന്നെ ഉണ്ടായിരിക്കാം, നിങ്ങളത് ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാത്തതോ ആയിരിക്കാം. അപ്പം അത് സംഭവിക്കും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു പഴയ കാഴ്ചപ്പാടാകാം, ഒരു സംഭാഷണമാകാം. അതാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ള സ്കളാണ്. ഹിഡൻ സീക്രറ്റ്സ് ക്യാൻ ഹാം യു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ സീക്രട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട്. അത് ചിലപ്പം പഴയ ചിന്താഗതി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പഴയ ചില കാര്യങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്ന അതല്ല ശരി എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ രഹസ്യങ്ങൾ, അത് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പേപ്പറിൽ എഴുതി കത്തിച്ച് കളയുക. ആ രഹസ്യങ്ങൾ ഇനി നിങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പം അത് മറ്റുള്ളവരെ കുറിച്ചുള്ള രഹസ്യമായിരിക്കും. ഇത് നമ്മളെ ഒരുപാട് വീർപ്പ് മുട്ടിക്കും. നമ്മളെ ചില രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുമ്പം അത് പുള്ളി നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം കേട്ടോ. ഇത് വേറൊരാളോട് പറഞ്ഞല്ല റിലീസ് ചെയ്യേണ്ടത്. നിങ്ങളത് എഴുതി കത്തിച്ച് കളയുക. പിന്നെ ഡ്രാഗൺ ഫ്ലൈ ആണ് വന്നിട്ടുള്ളത്. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പരിവർത്തനം നിങ്ങളിൽ വരുന്നു എന്നുള്ള ഒരു കാർഡാണ്. ശരിക്കും ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നു. നിങ്ങൾ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു സത്യത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പോകും. ഇത് തുടങ്ങുമെന്നാണ്. ഇതുവരെ കണ്ടതല്ല, അതിനേക്കാളും കൂടുതൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മുന്നിലുള്ള ചില കാര്യങ്ങൾ കുറേ വ്യക്തതയോടെ നിങ്ങൾക്ക് കാണാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ ബാറ്റാണ്. ബാറ്റ് ഒരു പുനർജന്മവുമായി ബന്ധപ്പെട്ടൊരു കാർഡാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ വഴി കണ്ടെത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. ഒരു പഴയ കാര്യങ്ങളൊക്കെ വിട്ട് നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് പറയാം. നമ്മൾ അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഭയമായിരിക്കും. അങ്ങനെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ നമ്മൾ ഭയപ്പെടും. നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കും. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂല, ആ ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റൂല, ആ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല, ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്ന കാര്യം കേട്ടിട്ടായിരിക്കും നമ്മൾ ഈ ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ ഭയക്കാതിരിക്കുക. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അതാണ്
ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.